ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് പാർട്ട് നോക്കാം, സൈബർ ലോ. അതിൽ നമ്മൾ കുറച്ച് ലോസാണ് കാണാൻ പോകുന്നത്, ഇമ്പോർട്ടൻറ്റ് ലോസ്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ വളരെയധികം പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ, അത് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ നവംബർ 30-നാണ്. അതേപോലെ തന്നെ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഡിസംബർ 2-ആണ്. ഈ 2 ഡേറ്റും തെറ്റിപ്പോകരുത്. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേ എന്ന് പറയുന്നത് നവംബർ 30-ഉം വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് ഡിസംബർ 2-ആണ്. ഇനി നമുക്ക് ലോയ്ക്ക് പോകാം. അതായത് സെക്ഷൻ 66 ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. സെക്ഷൻ 66, ഓക്കെ. സെക്ഷൻ 66-ൽ ABCDEF വരെ. ഓക്കെ, സെക്ഷൻ 66 എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 66 പ്രതിപാദിക്കുന്നത്. ഇനി സെക്ഷൻ 66A എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ഇൻ ഇലക്ട്രോണിക് മീൻസ്. അതായത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ അതിലൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ കമൻറ്റ്, വൃത്തിയായിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റ്സ് ഇടും അല്ലേ. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മനുഷ്യൻ്റെ ആത്മീയ ബോധത്തെ ഹനിക്കുന്ന തരത്തിൽ, വ്യക്തിപരമായി ഹനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 66A പ്രകാരം അറസ്റ്റ് ചെയ്യാനൊരു വകുപ്പുണ്ടായിരുന്നു. അത് ചില കക്ഷികൾ അതിനെതിരെ വാദിച്ചുകൊണ്ട് ഈ സുപ്രീം കോടതി ഈ വകുപ്പ് നിരോധിക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും എഴുതാം എന്നുള്ളൊരു നിലയിലായിട്ടുണ്ട്. ഇനി സെക്ഷൻ 66B ആണ്. സെക്ഷൻ 66B എന്ന് പറയുന്നത് റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതായത് നിങ്ങളെ ഇനി മൊബൈലും കമ്പ്യൂട്ടറൊക്കെ കടകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോയിട്ട് ഓതറൈസ്ഡ് ആളുകളിൽ നിന്നും വാങ്ങിയാൽ മതി. അല്ലാണ്ട് ഒരു തലേ ദിവസം ഒരു ചേട്ടൻ വന്ന് മൊബൈൽ പിടിച്ചോ, ഇത്ര രൂപയ്ക്ക് തന്നാൽ മതി എന്നൊക്കെ ചിലപ്പോൾ കട്ടെടുത്തിട്ട് കൊണ്ടുവന്നതൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളത് വെറുതെ പോയി കുഴി ചാടണ്ട. അപ്പോൾ ഈ 66B എന്താണ് പറയുന്നത്? റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അത്തരത്തിലുള്ള മോഷ്ടിച്ച കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ നമ്മളത് വാങ്ങിയിട്ട് ഉണ്ടെങ്കിൽ അതും എന്താണ് സെക്ഷൻ 66B നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് പ്രകാരം നമ്മളെന്താണ് കുറ്റക്കാരാണെന്നാണ് പറയുന്നത്. ഈ സെക്ഷൻ 66C എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അതായത് വേറൊരാളുടെ ID, പാസ്വേഡ്, അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ സൈബർ ഫിഷിങ്ങോ സൈബർ സ്പൂഫിങ്ങോ അതൊക്കെ ഏതിലാണ് വരിക? സെക്ഷൻ 66C ക്രൈമാണ്. ഇനി സെക്ഷൻ 66D എന്ന് പറയുന്നത് ചീറ്റിംഗ് ബൈ പേഴ്സോണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. അതും 66Dയും എന്താണ്? ഇത്തരത്തിൽ ഇത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണെങ്കിൽ, മോഷണമാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് എന്താണ് ചീറ്റ് ചെയ്യുന്നതിന്, മറ്റുള്ള പേഴ്സണാലിറ്റീസിനെ ചീറ്റ് ചെയ്യുന്നതിനെയാണ് 66D എന്ന് വരുന്നത്. ഇത് തെഫ്റ്റ് ഫിഷിങ്ങിലൊക്കെ സംഭവിക്കുന്ന പോലെ ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ അതേപോലെ തന്നെ പാസ്വേഡ്, ഇതെല്ലാം നമ്മൾ തെഫ്റ്റ് ചെയ്യുന്നു, മോഷ്ടിക്കുന്നു. അതുപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇമെയിൽ ID ഒക്കെ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണ് 66D. അത് പ്രകാരം കുറ്റകരമാണ്. ഇനി 66E എന്ന് പറയുമ്പോൾ വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. ഒരാളുടെ പ്രൈവറ്റ് ലൈഫിൽ വയലേഷൻ, അത് വ്യക്തിപരമായിട്ട് ഹനിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത് 66E എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ദിലീപ് മഞ്ജു വാര്യർ വിവാഹത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളും ദിലീപിനെതിരെ, ഇപ്പോൾ ദിലീപ് പറയല്ലേ ഇപ്പോൾ ഇങ്ങനെ ട്രോളുന്നവർക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നു. അപ്പോൾ എന്താണ് ഒരാളുടെ വയലേഷൻ ഓഫ് വ്യക്തി ജീവിതത്തിലെ പ്രൈവസിനെ ഹനിക്കുന്ന തരത്തിൽ അത്തരത്തിൽ ഇലക്ട്രോണിക് മീഡിയനെ ആസ്പദമാക്കുമ്പോൾ അത് കുറ്റകരമാകുന്നൊരു വകുപ്പാണ് സെക്ഷൻ 66E. ഇനി സെക്ഷൻ 66F എന്ന് പറയുന്നത് സൈബർ ടെററിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 66F എന്ന് പറയുന്നത്. എന്ത് പഠിച്ചില്ലെങ്കിലും നിങ്ങളിത് പഠിക്കുക. 66F എന്ന് പറയുന്നതാണ് സൈബർ ടെററിസമാണ്. അപ്പോൾ ഇൻ ഇന്ത്യ ഓൾ ഓവർ ദ വേൾഡ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഡേയ്സ് നോട്ടിഫൈഡ് ആസ് നവംബർ 30 ആൻഡ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഈസ് ഓൺ ഡിസംബർ 2. ഓക്കെ, ഇനി ഇതിൽ ഈ ചാർട്ട് പേപ്പറിൽ ഉൾക്കൊള്ളാത്ത 2 സെക്ഷനും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെക്ഷൻ 67A ഉണ്ട്, 67B ഉണ്ട്. ഇതെല്ലാം 66 ആണല്ലോ. ഇനി 67A ഉണ്ട്, 67B ആണ്. അത് 67Aയും 67Bയും പറയുന്നത്, 67Aയിൽ പറയുന്നത് പബ്ലിഷിംഗ് ഇമേജസ് കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട്, അതായത് ലൈംഗിക ചിത്രങ്ങൾ, അതേപോലെ വീഡിയോസ്,
അതെല്ലാം എന്താണ് കുറ്റകരമാണ്, പോണോഗ്രഫി എന്ന് പറയും. അത് സെക്ഷൻ 67A പ്രകാരം കുറ്റകരമാണ്. അതേപോലെ തന്നെ കൊച്ചുകുട്ടികളെ അവരെ ലൈംഗികമായി ചിത്രീകരിക്കുക, അതെല്ലാം സെക്ഷൻ 67B പ്രകാരം ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയും. അതും വളരെയധികം കുറ്റകരമാണ്. ഇതിൽ സെക്ഷൻ 67 സൈബർ ടെററിസം, അതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡേറ്റ് ഇതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ പോലത്തെ ടേമുകൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.